കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യന്റെ നിസ്സീമമായ സ്വാഗതം. പലരും കമന്റ് ചെയ്തതും വിളിച്ചു ചോദിച്ചൊക്കെ ഒരു വിഷയമാണ്. 1-ാം തീയതി കയറുന്നുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ, അല്ലേ? ഈ 1-ാം തീയതി എന്ന് പറഞ്ഞ 1-ാം തീയതി കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിശ്വാസമാണ്. ഇന്നാള് കയറിയാലോ, അത് വിശ്വാസമല്ല, അച്ചട്ടാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വാസം തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയം, ഈ വിഷു 1-ാം തീയതി കയറിയാൽ സാധാരണ എല്ലാവരും കണി കാണാനാണ് രാവിലെ ശ്രമിക്കുക. മറ്റൊരു വീട്ടിൽ കയറാൻ പെട്ടെന്ന് ശ്രമിക്കില്ല. ഞാൻ കയറി ചെന്നാൽ എന്താണ് പ്രശ്നം, ഞാൻ കയറി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. എങ്കിൽ തന്നെയും വിഷു 1-ാം തീയതി നിങ്ങളുടെ വീട്ടിൽ ആര് കയറുന്നോ അവരുടേതായിട്ടുള്ള ഫലം ഈ മേടസംക്രമം തൊട്ടടുത്ത മേടസംക്രമം വരെ ഉണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഈ വിഷുവിന് കയറാൻ ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രം വീട്ടിൽ കയറിയാൽ ഒരു വർഷം ഓണമായിരിക്കും, തിരുവോണമായിരിക്കും. അത്രയ്ക്ക് സാഫല്യമുള്ളൊരു നക്ഷത്രമാണ് തിരുവോണം. അതുപോലെ ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം. വിഷുവിന് 1-ാം തീയതി കയറിയാൽ ഏറ്റവും അത്യുത്തമമാണ്. ഒന്നും ചോദിക്കണ്ട അങ്ങോട്ട്, അല്ലേ? ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. എന്തൊക്കെ ധനം, ഐശ്വര്യം, ജോലി, സമ്പൽ സമൃദ്ധി, വീട്ടിലെ സമാധാനം, ഇതൊക്കെ ഉണ്ടാവും. വിശാഖ നക്ഷത്രം, അതുപോലെ പൂരം നക്ഷത്രം. പൊടിപൂരമായിരിക്കുക ഒരു വർഷം. മറ്റൊന്നിനും അല്ല പൊടിപൂരം, വഴക്കമൊന്നുമല്ല, ഐശ്വര്യത്തിന്റെ പൊടിപൂരമായിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. തിരുവാതിര നക്ഷത്രം ഏറ്റവും നല്ലതാണ്. കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ വീട്ടിൽ തിരുവാതിര നക്ഷത്രം വന്ന് കയറിയാൽ അവർക്ക് ആതിഥ്യ മര്യാദ കാണിച്ചു കൊടുക്കണം. അതിഥി ദേവോ ഭവ, ആതിഥ്യ മര്യാദ, അന്നപാനാദി സുഖങ്ങൾ കൊടുക്കണം, ആഹാരം കൊടുക്കണം, പാനീയം കൊടുക്കണം, അവരെ തൃപ്തിപ്പെടുത്തി വിടണം. ഏതൊരു സിനിമാ ഫീൽഡോ കഥാകൃത്തുക്കളോ കവികളോ പാട്ടുകാരോ ഒക്കെ ശ്രദ്ധിച്ചോളുക. ഓട്ടം ചാട്ടം ഒക്കെ ഉള്ളവർ ശ്രദ്ധിച്ചോളാം. കായികമായിട്ട് ബന്ധമുള്ളവർക്ക് ഈ ഒരു നക്ഷത്രക്കാർ അവരുടെ ഭവനത്തിൽ കയറിയാൽ ആ ഒരു വർഷം അവർക്ക് താങ്ങും തണലുമായി എല്ലാ അന്നഭോജന സുഖങ്ങളും ഉണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ പൂയ നക്ഷത്രം കയറിയാൽ ഒന്നിനും ഒരു അല്ലലും ഉണ്ടാവത്തില്ല. അതുപോലെ അവിട്ട നക്ഷത്രം കയറിയാൽ ഒരല്ലലും ഉണ്ടാകത്തില്ല. ഉത്രട്ട നക്ഷത്രം വന്ന് കയറിയാൽ ഒരല്ലലും ഉണ്ടാകത്തില്ല. അങ്ങനെ കുറേ. അതുപോലെ അത്തം വിട്ടുപോയതാണ്. അത്തം ഏറ്റവും അത്യുത്തമമാണ്. ഒരു ദിവസം പോലും ദോഷമോ ദുരിതമോ ഒന്നും ഉണ്ടാകാതെ നമുക്ക് ആ ഒരു വർഷം കടന്നു കൂടി ജീവിക്കാനുള്ള എല്ലാ മാർഗവും സർവേശ്വരൻ, ഭഗവാൻ, ഗുരുവായൂരപ്പൻ, കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കരമ്മ ഇവരൊക്കെ തരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യന്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും.